ഹണിമൂണുമായിട്ട് ഇവർക്ക് പഴയൊരു ബന്ധം ഒത്തിരി ഉണ്ട്. അല്ല, എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ മോനെ ഇങ്ങനെ തൊട്ടിലിൽ കിടത്തുന്ന സമയത്ത് കൊണ്ട് അപ്പൊ ഞങ്ങളിവിടെ തൊട്ടിൽ കിടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. ഇരുന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ അതിന് മുമ്പ് നമുക്ക് ഫുഡ് ഓർഡർ നമ്മൾ വണ്ടിയിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ. ഇനി നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ആക്ച്വലി സ്റ്റാർട്ടിങ് ഫ്രം യുവർ ലവ് സ്റ്റോറി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലവ് സ്റ്റോറിയാണ് നിങ്ങളുടേത്. ഇവിടെയൊന്നുമല്ല, പിന്നെ കേരളത്തിലും ഇന്ത്യയിലൊന്നുമല്ല, ഇവര് US-ന്ന് പ്രേമിച്ച് അതായത് ആദ്യമായിട്ട് എനിക്ക് ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ച് കല്യാണം കഴിക്കുന്ന ദമ്പതികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ വരും. എവിടെയൊക്കെ പോയി US, കാനഡ, പിന്നെ കാനഡ ശരിയാ. ഈ പറഞ്ഞ ഒരു കാര്യം വാസ്തവം. ഈ ഹണിമൂൺ കഴിഞ്ഞിട്ട് കല്യാണം എന്ന് പറഞ്ഞില്ലേ, ശരിയാ. കല്യാണം കെട്ടിയപ്പോൾ ഞങ്ങൾ തന്നെ പോയിട്ടില്ല. കുറ്റം പറഞ്ഞാണ്. പോയിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട്. ഒരു വർഷം പിന്നെ എവിടെയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സൈലന്റ് ആൾക്കാരാണോ? ഇവര് സൈലന്റ് ആണ്. എനിക്ക് ഒച്ച ശബ്ദം രണ്ടുപേരും സംസാരിക്കുന്ന ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആൾക്കാരെ പോലെ. ഭയങ്കര സോഫ്റ്റ് ആണ്. ദേഷ്യം വരുമ്പോ കാണേണ്ടതാണ്. ആണോ? എന്ത് കാര്യത്തിലാണ് ദേഷ്യം വരും, അതുപോലെ തന്നെ എന്തിനാണ് ദേഷ്യം വരാറ്? അങ്ങനെയല്ല, പെട്ടെന്ന് എല്ലാത്തിനും ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ജോൺ ഫോൺ സംസാരിച്ചോണ്ടിരിക്കുക, ആരെങ്കിലും സൗണ്ട് വെച്ചാൽ ജോഹാനായാലും ശരി, ഞാനായാലും ശരി, കഴിഞ്ഞു. ആണ്. പിന്നെ ജോൺ ചേട്ടൻ ആദ്യം പരിചയപ്പെടുന്ന എവിടെ വെച്ചാ? ആളെ ശരിക്കും പരിചയപ്പെടുന്ന എറണാകുളത്ത് വെച്ചാ. എറണാകുളത്ത് ഞങ്ങളൊരു ഷോ. നിങ്ങൾ രണ്ടുപേരുടെ കോമൺ ഫാക്ടേഴ്സ് ഡാൻസ്, റൈറ്റ്? ഡാൻസ്. ശരി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടാണോ അപ്പൊ സിനിമയിലേക്ക് വരുന്നത്? അല്ല, ഞാൻ മൂവീസ് ചെയ്തോണ്ടിരിക്കുന്ന ആളും ഫിലിം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ടൂർണമെന്റ് എന്ന് പറഞ്ഞ മൂവി ചെയ്തു. സ്വീറ്റ് കോൺ. ഓക്കെ. അപ്പം ആളുടെ മൂവി റിലീസിന്റെ തലേന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് ടൂർണമെന്റിന്റെ. അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം അല്ലെ മൂവീസിലുള്ള? അത് കാരണം ഞങ്ങൾ പരിചയപ്പെട്ട ഡേറ്റ് ഒരിക്കലും മറക്കില്ല. ഡിസംബർ 24, 2010. കാരണം 25-നായിരുന്നു മൂവി റിലീസ്. അതുകൊണ്ട് മാത്രം. ബർത്ത്ഡേ എന്താ? ഏതാണ് ബർത്ത്ഡേ? സെപ്റ്റംബർ 22. കല്യാണം കഴിഞ്ഞ ഡേറ്റ് ജാനുവരി 9. സീരിയൽ ആലോചിച്ചൊന്നും. പിന്നെ മോന്റെ ബർത്ത്ഡേ അത് നമ്മൾ ഈ സീരിയലിലൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ഗുണമാണ്. നമ്മൾ ഇങ്ങനെ എക്സ്പ്രഷൻ ഇവിടെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആലോചിച്ച് ഡേറ്റുകൾ അത്യാവശ്യം. ബേസിക്കലി എനിക്ക് ഡേറ്റ്സ് ഓർത്തിരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ ഇതൊക്കെ അതായത് ഈ വരുന്ന ജാനുവരി 9 ആവുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 10 വർഷമാകുന്നു. Successful love relationship 10 years. Congratulations. പിന്നെ വരാം. ആണോ? അയ്യോ, ഞാൻ അന്ന് ഇവിടെ ഇല്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, what is that one factor you like in him? ആള് എന്തോ എനിക്ക് ആ സമയത്ത് അല്ല, എനിക്ക് എന്തോ ഞാൻ അതറിഞ്ഞൂടാ. നമുക്ക് എപ്പോഴെങ്കിലും ഇത് പോകും മുന്നോട്ടെന്ന് എന്തോ തോന്നി. പക്ഷെ നമ്മൾ ആളുടെ ക്യാരക്ടർ നെഗറ്റീവ്സ് പറയാം. ആള് ഇങ്ങനെ ആളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ആളും ആളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളും, അങ്ങനെ ചെറിയ സെൽഫിഷ് ആയിട്ടുള്ള ചെറിയൊരു മനുഷ്യനായിരുന്നു. ഈ മസിൽ വെച്ചിരിക്കുന്ന 6 അടി പൊക്കമുള്ള മനുഷ്യനാണ് സെൽഫിഷ് ആയി ചെറിയ മനുഷ്യൻ. ഇത്ര ഇങ്ങനെ വെച്ചിട്ട് ഇദ്ദേഹം ഭയങ്കര സെൽഫിഷ് എന്നാണ്. ബേസിക്കലി അവക്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആണ്. സെൽഫ് ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ബേസിക്കലി ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവള് കൂത്താട്ടൂർക്കെന്ന് വരുന്നത്. ഇവൾ അന്ന് മോഡലിംഗ് ചെയ്തിട്ട് ഇവളുടെ ഫാമിലി മൊത്തം ഇവള് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും എല്ലാ കാര്യത്തിലും മൂവീസ് ചെയ്യുന്നുണ്ട്, മോഡലിങ്ങും മൂവീസും എല്ലാം ഇതിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് വെച്ചൊരു ഫാമിലി റൺ ചെയ്യുന്നത്. ആ സമയത്ത് ആക്ച്വലി എൻ്റെ പാരൻസ് വർക്കിംഗ് ആണ്. എനിക്ക് അത്രയും റെസ്പോൺസിബിലിറ്റി പോലും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. അപ്പം ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ കാര്യം കൂടെ നോക്കുമല്ലോ. അത് മാത്രമല്ല, ഒരു ഡിസിപ്ലിൻ ഉണ്ട് ടോട്ടലി. പിന്നെ ഞങ്ങൾ സംസാരിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഞങ്ങൾ തമ്മിൽ ഒരേ വേവ് ലെങ്ത് ആ കാര്യങ്ങൾ. അതുപോലെ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോഴും
എന്താ പറയുന്നത്, ഞങ്ങൾക്ക് അവിടെ US ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ റൈഡ്സൊക്കെ കയറി, അതായത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ബാക്കി ഇവിടെ എല്ലാം പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് റോളർ കോസ്റ്റർ അതിലെല്ലാം കയറുന്നത് ഇഷ്ടമാണ്. ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം ഏതായിരിക്കും? USA, അതൊക്കെ ന്യൂയോർക്ക് പോകാൻ ആഗ്രഹിക്കും. ഒന്നുകൂടെ പോകണം. ഇനി മോനുമായിട്ട് ലക്കിയല്ലേ ന്യൂയോർക്കിലൊക്കെ പോയി ലൈൻ അടിക്കാന്ന് ആലോചിച്ച് നിൽക്കും. ആർക്കെങ്കിലും കിട്ടുന്ന ഭാഗ്യം. ഞങ്ങള് ശരിക്കും ഇങ്ങനെ കറങ്ങി തുടങ്ങുന്നത് നമ്മള് ഹ്യൂസ്റ്റൺ അല്ല നമ്മളിവിടെ അതൊന്നും ഓർമ്മയില്ല, സോറി എനിക്ക് ഫ്ലോറിഡ ചുറ്റുമുള്ള ഒന്നും ഓർമ്മയില്ല. ഫ്ലോറിഡയിൽ പോയപ്പോൾ അവിടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എനിക്ക് വെച്ചു യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ പോയി. അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ ഫ്ലോറിഡയില്? ഫ്ലോറിഡയിലാണ് റൈഡ്സിന് പോയത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് പിന്നെന്താ ഡിസ്നി.